ആയുർവേദം സൂഡോ സയൻസ് ആണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകമെമ്പാടും ആയുർവേദം എത്ര ശതമാനം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എത്ര ശതമാനം എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് ലാൽ സാറിന് തോന്നുന്നത്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആയുർവേദത്തിൻ്റെ സാധ്യതകൾ നമ്മൾ തീരെ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ പറയൂ. അത് ഒരുപാട് ശ്രമങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഡിസൈഡ് ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ ആയുർവേദം ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ടൊരു മെയിൻ ഉപാധിയാണ്. ഞാനിപ്പോഴും അനുവിനറിയാം, ഞാൻ ആയുർവേദ മസാജിന് പോകാറുണ്ട്. കാരണം ഇനി ഞാൻ വളർന്ന മഠവും ഞാൻ വളർന്ന സാഹചര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ സ്വീഡിഷ് മസാജ് ഒരിക്കൽ കയറിയിട്ട് ഞാനും ഭാര്യ അതോടെ മതിയാക്കി. നമുക്ക് ഇഷ്ടമില്ല. എന്നാൽ ഇവിടേക്ക് മറ്റുള്ളവർ തേടി വരുന്നുമുണ്ട്. അപ്പോൾ ആയുർവേദത്തിനെ പലപ്പോഴും നമ്മൾ കൃത്യമായി കാണാറുമില്ല. ആയുർവേദത്തിൻ്റെ ചികിത്സാ സാധ്യതകളും ആധുനിക വൈദ്യശാസ്ത്ര ചികിത്സാ സാധ്യതകളും തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും അതൊക്കെ അവർ മറുവശത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ ആയുർവേദം പോലെ എല്ലാ നാടുകളിലും തനതായ ചികിത്സാ രീതികളുണ്ട്. അത് അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാനും നമുക്ക് ആയുർവേദം എന്നൊരു സമ്പത്തിന് മറ്റ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും മറ്റ് രാജ്യക്കാർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും അവർ ഇതിൻ്റെ പേരിൽ ഇവിടേക്ക് വരുത്താനും അത് ശരിക്കും ശല്യപ്പെടേണ്ടതുണ്ട്. അല്ല ഈ സാർ, ഇപ്പോൾ ഓരോ രാജ്യത്തിനും ഈവൻ ഓരോ സംസ്കാരത്തിനും ഒരു ചികിത്സാ രീതി. അപ്പം നമ്മളിപ്പം ഈ നാട്ടറിവുകളെ പറ്റിയും അല്ലെങ്കിൽ നമ്മൾ ഈ ട്രൈബൽ ഗ്രൂപ്പുകളിൽ ചെന്നാൽ ഇവർക്കെല്ലാം ചികിത്സാ രീതിയാണ്. ചികിത്സാ രീതികളിൽ പലതും പല മേഖലയിലും സക്സസ് ആണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ നിൽക്കാൻ ആയുർവേദയ്ക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ലേ? ഉണ്ട്. ആണ്. ഇപ്പോൾ ചൈനീസ് മെഡിസിനുണ്ട്, ഹെർബൽ മെഡിസിൻസ് പലയിടത്തും ഉണ്ടെങ്കിലും ആയുർവേദത്തിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിപ്പോൾ ചികിത്സയുടെ മത്സരത്തിലേക്കല്ലത് വരേണ്ടത്, ഇതിന് കോംപ്ലിമെൻ്ററിയാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് ന്യൂറോ സർജൻസ് ഉണ്ട്. സ്ട്രോക്കൊക്കെ വന്ന് റിക്കവർ ചെയ്യുന്ന പേഷ്യൻ്റെ അടുത്ത് ആയുർവേദ മസാജ് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൾച്ചറായിട്ട് ലിങ്ക്ഡാണ്, അതിനകത്ത് ചില ഗുണങ്ങളുമുണ്ട്. ആ രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ടൂറിസമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഒന്നും വേണ്ട, നമ്മൾ ഈ ആയുർവേദത്തിൽ തൈലത്തിന്, ഞാൻ മസാജിൻ്റെ കാര്യം ഒരു എളുപ്പത്തിന് പറഞ്ഞാൽ, നമ്മൾ ബാങ്കോക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മസാജാണ്, അവരൊന്നും പഠിച്ചു വരുന്നില്ല. ഇവിടെ ഇത്രയും ഡോക്ടർമാരെ മറ്റ് വിദഗ്ധരെയും പാസ്സാക്കിയിട്ട് അതുപോലത്തെ അതൊരു ആയുർവേദത്തിലേക്ക് എൻട്രി പോയിൻ്റാണ്. മസാജ് ചെയ്യണമെന്നല്ല, പക്ഷേ ആയുർവേദത്തിൽ നമുക്കത് നാട്ടിലിപ്പോഴും മസാജ് ചെയ്യുന്നൊരു മോശം, ഒളിച്ചു ചെയ്യേണ്ട കാര്യം പോലെയാണ്. ഈ രീതിയിലൊക്കെ ടൂറിസത്തിന് മാറ്റിയിട്ടുണ്ട്. ഇത്രയും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വെളിയിലൊക്കെ ജോലി ചെയ്യുമ്പോഴും ഇവിടെ ജോലി ചെയ്യുമ്പോൾ വിദേശ സുഹൃത്തുക്കളൊക്കെ ഇവിടെ കൊണ്ടുവരികയും ഇവർ ആയുർവേദത്തിൻ്റെ ചില സാധ്യത പരിചയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ നടന്നിട്ടില്ല. പലപ്പോഴും പറ്റിപ്പോകുന്നറിയാം, ചികിത്സാ ശാസ്ത്രങ്ങളിൽ തർക്കത്തിൻ്റെയും ഏത് മെച്ചപ്പെട്ടതിലേക്ക് വഴുതി വീണു പോവുകയും അവിടുത്തെ യുദ്ധത്തിൽ പെട്ടുപോവുകയും ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ ചെയ്യുന്നെങ്കിലും ഞാൻ എൻ്റെ യഥാർത്ഥ സഹായത്ത് പ്രത്യേകിച്ച് അനുഭവമായിട്ടുള്ള അടുപ്പത്തിൻ്റെയൊക്കെ ബന്ധത്തിൽ ഞാൻ പറയുകയാണ്, ഇനി എത്രയൊക്കെയോ ഇതൊരു വലിയ ബ്രാൻഡായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിൽ കേരളം എത്തിയിട്ടില്ല. സാർ, ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശരിക്കും ഇനിയും അങ്ങേക്ക് കുറച്ചുകൂടെ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത എഫേർട്ടിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ? തീർച്ചയായിട്ടും ഇതൊരു വ്യക്തിക്ക് മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ല. ലാലത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. കാരണം ഈ ക്ലിനിക്കൽ എവിഡൻസസിനെ പറ്റിയൊക്കെയാണ് പ്രധാനമായിട്ട് മെഡിക്കൽ ഡോക്ടേഴ്സ് അലോപ്പതി സൈഡിൽ നിന്നൊക്കെ ചോദിക്കാറുള്ളത്. റിസർച്ചുകൾ നടക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഇപ്പോൾ നടക്കുന്ന രീതിയിലും പോരാ. അപ്പോൾ അത് ഒരുപക്ഷെ ബില്യൺസിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അതിന് തയ്യാറാണ്, അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുടെ കൂടെ സഹായം എടുത്തിട്ട് പോലും അത് ചെയ്യണമെന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ആയുർവേദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. ഞാൻ ഇവിടെ തന്നെ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൻ്റെ ഭരണ സമിതിയിലുള്ള ആളാണ്. ചെന്നൈയിലും ആശാൻ്റെ ദന്തൽ കോളേജൊക്കെ ആയിട്ട് ഭരണത്തിലുള്ള ആളാണ്. അപ്പോൾ അലോപ്പതിയിലും പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. എത്രയോ അലോപ്പതി ഡോക്ടർമാരുമായിട്ട് ദിവസം തന്നെ എൻ്റെ ബിസിനസ് അല്ലെങ്കിലും ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ അവരുമായിട്ടൊക്കെ സംവദിക്കാൻ അവസരം കിട്ടുന്ന ആളാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ തീർച്ചയായിട്ടും ഇതിൽ ഇവിടെ പറഞ്ഞ മാതിരി ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് 5000 വർഷത്തോളമായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ളതാണ്, അല്ലാണ്ട് പെട്ടെന്ന് വരുന്നതല്ല. ഈ ശാസ്ത്രീയ പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ ഇതുവരെ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരം ഗുണമുള്ളത് കൊണ്ടാണല്ലോ. പിന്നെ ആയുർവേദം സൂഡോ സയൻസ് ആണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ആ മേഖലയിലുള്ളവർ ഇതൊന്ന് റിസർച്ച് നടത്തി, അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് ഒന്ന് ക്ലിനിക്കൽ സ്റ്റഡി നടത്തി അത് തെറ്റാണെന്ന് പറയട്ടെ. അതല്ലെങ്കിൽ അതിൽ ശരിയുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് അങ്ങനെയാണ്. ഇവൻ എനിക്ക് ഒരു 2 വർഷം മുമ്പ്
യൂറോപ്പ് പാർലമെൻറ്റിൽ ബ്രസൽസിൽ ഒരു ടോക്ക് ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കാനൊരു അവസരം കിട്ടി. അവിടെ പോലും ആളുകൾ പറയുന്നത് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 400 ബില്യൺ വരേക്കും യൂറോപ്പ് മേഖലയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥ. കാരണം ഇൻ്റഗ്രേഷൻ്റെ ഗുണം ചിലവ് കുറവാണ്, കാര്യങ്ങളാണ്. അപ്പം ഞാൻ അവിടെ സജസ്റ്റ് ചെയ്തതാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചുള്ള ഒരു റിസർച്ച് നടത്തി അത് അപ്രൂവൽ കൊടുക്കും. അതിനുള്ള ഒരു അപ്രൂവൽ കമ്മിറ്റിയും നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാവുന്നതാണ് എന്ന് വരെ ഞാൻ അവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, ആയുർവേദത്തിൽ അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ആൾക്കാരുണ്ട്, വ്യാജന്മാരുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കുറുക്കു വഴികളിലൂടെ ആയുർവേദം ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് അലോപ്പതിയിലും ഉണ്ട്, എത്രയോ വ്യാജ ഡോക്ടർമാരുണ്ട്. ആയുർവേദത്തിലൊരു വർഷത്തിൽ എത്ര മരുന്നുകളാണ് ബാൻഡായി പോകുന്നത്, ഇത് അലോപ്പതിയിൽ. ഇത് രണ്ടും നമ്മൾ ഒന്ന് പരിശോധിച്ചിട്ട് ഇത് രണ്ടും നിലനിൽക്കേണ്ട ശാസ്ത്രം തന്നെയാണ്. പ്രത്യേകിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് ജീവൻ മരണ പോരാട്ട സമയത്തൊക്കെ അലോപ്പതി മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും അവിടെ ആയുർവേദം പരീക്ഷിക്കാൻ ഞാൻ പറയില്ല. പക്ഷെ ആയുർവേദത്തിന് മാത്രം പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ആ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് കൂടുതൽ പ്രചാരം കൊടുത്ത് അല്ല, ഇതിൻ്റെ ഒരു സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് പോസിബിലിറ്റി എന്തുകൊണ്ടായിരിക്കും ഇത്രയും നാൾ മ്യൂട്ടായി പോയത്? അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് പറയുന്ന നമ്മൾ ഈ ആയുർവേദത്തെ സ്യൂഡോ സയൻസ് ആയിട്ട് കൂട്ടാനും പാടില്ല. കാരണം മനുഷ്യന്റെ നീഡ് അനുസരിച്ച് അല്ല, അത് ചില കാര്യങ്ങൾ സായിപ്പിന് തിരിച്ചറിയാൻ പറ്റാത്ത പലതും സ്യൂഡോ സയൻസ്, യോഗ സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നത്. തർക്കങ്ങളൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യൻ്റെ അവൻ്റെ ആവശ്യത്തിന് ചുറ്റുമുള്ള ചെടികളിൽ നിന്നും ഒക്കെ സംഘടിപ്പിച്ച് അവൻ്റെ ചികിത്സ നടത്തി. ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ച് 100 വർഷം ഇനി ആയിട്ടില്ല, അതിന് മുമ്പ് ആൾ ജീവിച്ചിരുന്നു. എത്ര 1928 98 വർഷമായിട്ടുള്ളൂ ആൻറ്റിബയോട്ടിക്. അപ്പോൾ അതിന് മുൻപും ജീവിച്ചിരുന്നു മനുഷ്യർ. അപ്പോൾ ആദ്യം വൈദ്യശാസ്ത്രം വന്നുകൊണ്ടാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് പറയുന്നത് ശരിയല്ല. ചില ശുചിത്വങ്ങൾ, നമ്മുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് പോലും ആയുർവേദത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മൾ കരിങ്ങാലി വെള്ളവും ഈര വെള്ളമൊക്കെ. അപ്പോൾ ജീവിതശൈലിയുടെ ഭാഗമായിട്ടും പിന്നെ പല മരുന്നുകളും, ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പല മരുന്നുകളും ആയുർവേദത്തിലുണ്ടായിരുന്ന മരുന്നുകളെ അത് മെച്ചപ്പെടുത്തിയെടുത്തും പ്ലാന്റ് ഓറിയന്റഡ് ആണ്. പല മെഡിസിൻസും ഇന്നും പ്ലാന്റ് ബേസ്ഡ് ആണ്. അത് അങ്ങനെയാണ്. പല നാട്ടുകളിലെയും നാട്ടു ചികിത്സയിൽ നിന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം അതിൻ്റെ കൃത്യം ആവശ്യമുള്ള കണം കണ്ടെത്തി അത് ഉപയോഗിക്കുമ്പോൾ അത് ആധുനികമായി. എത്ര വ്യത്യാസവും. അതിൻ്റെ അർത്ഥം ഇത് സ്യൂഡോ സയൻസ് തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആണ് പല കാര്യത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റഗ്രേഷൻ അല്ല, ഒരു എന്താണ്, ഒരു കോംപ്ലിമെൻ്ററി ആണ് പരസ്പരം. സ്ട്രോക്ക് വന്ന അനു പറഞ്ഞ പോലെ ഒരു എമർജൻസിക്ക് അവനും ആയുർവേദത്തിൽ കൊണ്ടുപോകരുത്. അവന് ഏറ്റവും പെട്ടെന്ന് ഗോൾഡൻ അവറിൽ തന്നെ ആ അവേഴ്സ് 2-3 മണിക്കൂറിനകത്ത് ഏറ്റവും ആദ്യ വൈദ്യശാസ്ത്രത്തിൻ്റെ ആശുപത്രി കൊണ്ടെത്തിക്കുക. അവൻ്റെ പിന്നീടുള്ള കെയറിന് അവൻ്റെ ആയുർവേദം നമ്മൾ ഉപയോഗിക്കുന്ന സന്തോഷം, നമുക്കും സന്തോഷമായി, അവനും സന്തോഷമായി. റിക്കവർ ചെയ്ത് നടക്കാൻ വേണ്ടി ആയുർവേദം കൂടുതൽ ഗുണം ചെയ്യും. തെറാപ്പികൾ പലതും ആവശ്യം വരും. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് കാലം ഉടൻ തന്നെ ഉണ്ടാവാൻ സാധ്യത. അതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഉണ്ടായ ഒരു ഏറ്റവും വലിയ സന്തോഷ വാർത്ത. എനിക്ക് സന്തോഷവും IMAക്കാർക്ക് സങ്കടമുള്ള ഒരു കാര്യമാണ്. ജിപ്മർ പോണ്ടിച്ചേരി ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആരംഭിക്കാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു. ഇത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. മെഡിമിസിൻ്റെ ഫൗണ്ടർ ഡോക്ടർ സിദ്ധനൊക്കെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പാസ്സായവരാണ്. അദ്ദേഹം ആയുർവേദത്തിലാണ് റിസർച്ചും പ്രോഡക്ട്സും എങ്കിലും അദ്ദേഹം ജോലി ചെയ്ത് റെയിൽവേയിലെ അലോപ്പതി ഡോക്ടറായിട്ടാണ്. അതിന്റെ കഥ എന്ന് പറയും സാർ. ഇന്റഗ്രേറ്റഡ് മെഡിസിൻ അന്ന് കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചെന്നൈയിൽ കിൽപാക്ക് മെഡിക്കൽ കോളേജിലും അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. DMNS LIM എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളുണ്ട്. GCIM എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളുണ്ടായിരുന്നു. നിർത്തലാക്കിയതാണ്. അതൊക്കെ നിർത്തലാക്കിയതാണ്. 60-കൾക്ക് ശേഷം അതൊക്കെ നിർത്തലാക്കിയതാണ്. ഇപ്പൊ ജിപ്മർ അത് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ കാരണം ഈ അലോപ്പതി ഡോക്ടർമാർ MBBSന് പഠിക്കുന്ന പല കാര്യങ്ങൾ, അനാട്ടമി അടക്കം സർജറി അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആയുർവേദ ഡോക്ടേഴ്സും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. അതിൽ വല്ല മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവരും പഠിക്കട്ടെ. പക്ഷെ മരുന്നുകളുടെ ഉപയോഗം ആണ് നമ്മളവിടെ ഇമ്പോർട്ടൻറ്റ്. പതഞ്ജലി ഭരതമുനിയൊക്കെ സാഹിബ് കണ്ടെത്തുന്നതിന് മുമ്പേ ഇത് കണ്ടെത്തിയിട്ടുള്ളതാണ്. സർജറി ആദ്യമായിട്ട് ആയുർവേദത്തിലാണ് ചെയ്തത്. ഇപ്പോഴേ ചന്ദ്രബാബു നായിഡു ഗവൺമെന്റ് ആന്ധ്രയിൽ ഇനി മുതൽ ആയുർവേദ ഡോക്ടേഴ്സിന് സർജറി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടോ എന്നുള്ള. ഇതിനകത്ത് തെറ്റ്. ഇപ്പം ഈ ആയുർവേദവും അല്ലെങ്കിൽ മറ്റ് ആധുനിക വൈദ്യശാസ്ത്രങ്ങളെ കമ്പൈൻ ചെയ്ത് ചികിത്സിക്കുക എന്നല്ല ഇൻ്റഗ്രേഷൻ ഉദ്ദേശിക്കുന്നു. നമുക്കിപ്പോൾ ഞങ്ങളുടെ ന്യൂറോ സർജറി പ്രൊഫസർ റൗൺസഡ് ഇതിനിടയിൽ ബ്രെയിനിന് ക്യാൻസറാണ് സംശയമുള്ള പത്തോളി പരിശോധനയൊക്കെ അയച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ റിസൾട്ട് വരുന്ന ചെറുപ്പക്കാരനാണ്. ഭാര്യ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുകയാണെന്ന് ചോദിച്ചു. പ്രൊഫസർ വിചാരിച്ച് ഇത് ക്യാൻസറാണോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ സാർ ഒരു ടെസ്റ്റൊക്കെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ അതല്ല, എല്ലാ ദിവസവും കാച്ചിയ വെളിച്ചെണ്ണ വെച്ച് കുളിക്കുന്ന ആളാണ് അത്.
അപ്പോൾ അത് കഴിച്ചില്ലെങ്കിൽ അസുഖം വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ച് പ്രൊഫസർ ചീത്ത പറയും. അദ്ദേഹം പറഞ്ഞു ഇത് തലയിലൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നതുകൊണ്ട് തലയിൽ നമ്മൾ തൊട്ടുകൂടാ, ഇൻഫെക്ഷൻ വരും, ഒരു വിരലെടുത്തിട്ട് ചെവിയുടെ താഴെ തേച്ചാൽ മതി എന്ന് പറയും. ഞാൻ പറഞ്ഞു ഇത് കൾച്ചർ അറിയാവുന്നതുകൊണ്ടാണ്, സാഹിത്യം മനസ്സിലായി ഇവരെന്താ തലയൊക്കെ. അപ്പോൾ ഇത് മനുഷ്യരുടെ കൾച്ചറാണ്. അപ്പോൾ പിന്നെ ഔഷധങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ തലയിലും ഒക്കെ കാലിലും ഒക്കെ എണ്ണ തേക്കുന്നു. അപ്പോൾ നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രം അല്ല എന്ന് പറഞ്ഞ് മാറ്റി കിട്ടാൻ പറ്റില്ല. ഈ ഒരു തിരിച്ചറിവാണ്. പിന്നെ സർജറി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സർജറിയിൽ പരിശീലിക്കപ്പെട്ടവരെ സർജറി ചെയ്യാവുന്നുള്ളൊരിതുണ്ട്. അത് എത്ര മണിക്കൂറുകൾ. അപ്പോൾ അത് ആയുർവേദത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ സർജറി ട്രെയിനിങ് കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അവിടെയാണ് നമ്മൾ ട്രെയിനിങ് കിട്ടുന്നിടത്താണെങ്കിൽ അത് ഇപ്പോൾ നമ്മുടെ MBBS അല്ലല്ലോ എല്ലാ നാട്ടിലും. എനിക്ക് ചൈനീസ് മെഡിസിൻ പഠിക്കാതെ ചൈനയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ആധുനിക വൈദ്യശാസ്ത്രം പോലും. അപ്പോൾ അതങ്ങനെ നാടിൻ്റെ ആവശ്യം എന്താണ്, പരമപ്രധാന രോഗിയാണ് മനുഷ്യൻ, അവൻ്റെ നീഡാണ് നോക്കേണ്ടത്. അവന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ സയൻസ് ഉണ്ടാകുന്നത്. നമ്മുടെ ഡിഗ്രി കൊണ്ട് ഇത് എല്ലാം അനുസരിക്കണമെന്നല്ല പറയട്ടോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ സഞ്ജീവനത്തിൽ തന്നെ ഞങ്ങളിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷാരസൂത്ര എന്ന് പറഞ്ഞ പൈൽസിനും ഒക്കെ ആയുർവേദ രീതിയിലാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു വളരെ ഇഫക്റ്റീവാണ്. അലോപ്പതിയേക്കാൾ കൂടുതൽ അത് റിപ്പീറ്റ് വരാതിരിക്കാനുള്ള സാധ്യത ആയുർവേദത്തിനാണുള്ളത്. നല്ല അക്സെപ്റ്റഡാണ്. പക്ഷേ പേഷ്യൻസിന് പെയിൻ ഉണ്ടാവും, ചെറുതാണെങ്കിലും അത് പെയിൻ. അപ്പോൾ പെയിൻലെസ് ആക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഒരു അനസ്തേഷ്യസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അലോപ്പതി അനസ്തേഷ്യസ്റ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം അനസ്തേഷ്യ കൊടുത്തിട്ടാണ് സർജറി ചെയ്യുന്നത്. രണ്ടുപേരും സമൂഹത്തിൽ വളരെ വലിയ കാര്യങ്ങൾ, വളരെ വലിയ നന്മകൾ, വളരെ വലിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും രണ്ടുപേർക്കും ഒപ്പം ഇരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. അനൂപ് സാർ നന്ദി. നന്ദി. ലാൽ സാറോട്